ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയൊരു ഫുഡ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മോമോസാണ്. സാധാരണ എല്ലാവരും ചിക്കൻ മോമോസാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിന്ന് ബീഫ് മോമോസാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് കാബേജ് വേണം, ചില്ലി ഫ്ലേക്സ്, മല്ലിച്ചപ്പ്, ചതച്ച് വെച്ച ബീഫ്, അത് മഞ്ഞളും മുളകും ഇട്ട് ചതച്ച് വെച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, ഒരു ഉള്ളി, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസുമാണ് ഇതിന് വേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിന് ശേഷം 2 പച്ചമുളകും ഒരു ഉള്ളിയും, പിന്നെ ഒരു ഉള്ളി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളതിനെ എടുത്തിട്ട് വഴറ്റണം. അപ്പോൾ സാധാരണ നമ്മൾ ബീഫ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാബേജിൻ്റെ ഹാഫ് കഷ്ണമേ ഇട്ടിട്ടുള്ളൂ, ചെറിയ ക്യാബേജ് ആയിരുന്നു. അപ്പോൾ ക്യാബേജ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും പച്ചമണം പോകുന്നത് വരെ ഒന്ന് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്ത നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ബീഫ് ഇടണം. ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. വേവിക്കാതെയും ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ വേവിച്ചിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ അതിടുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ബീഫിനകത്ത് ഇട്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അധികം ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബീഫായിരുന്നു എടുത്തിട്ടുള്ളൂ. അപ്പോൾ അധികമൊന്നും വേണ്ട, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞങ്ങൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബീഫ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം വേവിച്ചതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അധികം കുക്ക് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ആവിയിൽ വേവിപ്പിക്കുന്നത് കൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട. അപ്പോൾ പച്ചമണം മാറുന്ന വരെ ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് ഓപ്ഷണലാണ്, വേണ്ടവരിട്ടാൽ മതി. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് വേണം, അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും വിതറി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇച്ചിരി നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇടണം. ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും, അത് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മൈദ അതിനകത്തേക്കുള്ള മൈദ കുഴയ്ക്കാനുള്ള ഇതുണ്ടാക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇച്ചിരി എണ്ണ അല്ലെങ്കിൽ ഓയിൽ, എന്ത് ചേർത്താലും ഇല്ല. ഒന്നൊരു മയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴയണം, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയും കട്ടകളൊക്കെ ഉടയാതെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞങ്ങൾ ടൈലിലിട്ടിട്ടാണ് പരത്തുന്നത്. നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരിഭാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കുഴയ്ക്കണം. 4 ഉരുളകളാക്കിയിട്ട് നന്നായിട്ട് നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കത് പരത്തിയെടുക്കാം. ഇച്ചിരി മൈദ തടവിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മുറിച്ചെടുക്കാൻ പാകത്തിനാവുമല്ലോ. അപ്പോൾ നല്ല റൗണ്ടിൽ വരുത്തിയതിന് ശേഷം ഒരു അടപ്പെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള അളവിനനുസരിച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യാം, മുറിച്ചെടുക്കാം. അപ്പോൾ ഓരോ ഫ്ലേക്സ് നമുക്കൊരു റൗണ്ടിന് 4 റൗണ്ടിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഫില്ലിങ്സ് വെക്കുക. ഒരു കിഴി രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പല രൂപത്തിലും അട രൂപത്തിൽ ഉണ്ടാക്കുന്നവരുണ്ട്, കിഴി രൂപത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് പൊതുവേ കണ്ടുവരാറ് മോമോസൊക്കെ കിഴി രൂപത്തിലാണ്. അപ്പോൾ ഞങ്ങൾ കിഴി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഴി ഏകദേശം നന്നായിട്ടുണ്ട്. അപ്പോൾ കിഴി ഉണ്ടാക്കി വെക്കുക. ഒരു 5-8 ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ അതേപോലെ തന്നെ നമുക്ക് ഒരു ഫില്ലിങ്സും കൂടെ റെഡിയാക്കി നോക്കാം. അങ്ങനെ ഒക്കെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിക്കണം.
അപ്പം ആവിയിൽ വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിലേക്ക് എടുത്ത് വെക്കാം. ഓരോന്നായിട്ട് ആവി പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് മതി വേവിച്ചെടുക്കാൻ. അത്രയും സമയത്തിനുള്ളിൽ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ അടച്ച് വെക്കാം. പിന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് എടുത്തോ എന്തെടുത്തിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഓരോന്നോരായിട്ട് മാറ്റാം. അല്ലെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ മുറിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേഗം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം, നമുക്കതിനെ സ്പൈസി ആക്കണം. സ്പൈസി വേണ്ടവർക്ക് സ്പൈസി ആക്കാം, ഇല്ലാണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ സ്പൈസി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആദ്യം നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അതിനകത്തേക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിനകത്തേക്ക് മല്ലിച്ചപ്പാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അധികം ഒഴിക്കണം. അപ്പോൾ നമ്മൾ എത്ര മൊമോസ് ഉണ്ടോ അതിനനുസരിച്ച് അളവിന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരാൻ നേരത്ത് അതിനകത്തേക്ക് ഇനി ഇടാൻ പോകുന്നത് നമ്മൾ മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ, മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് ചേർക്കുന്നവർക്ക് കുരുമുളക് ചേർക്കാം, മുളക് പൊടി ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് തിളഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, മോമോസ് എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് അതിനകത്തേക്ക് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് തീ ഇച്ചിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോമോസ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അതിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പൈസി വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പൈസി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബീഫ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ പിന്നെ അപ്പോൾ വായിൽ വെള്ളം മൂറിക്കൊണ്ടായിരിക്കും എല്ലാവരും നോക്കുന്നത് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം.